ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓണല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. നമുക്ക് ഓണമൊന്നുമില്ല, അച്ഛമ്മേൻ്റെ അനിയത്തിൻ്റെ മരിച്ചുകൊണ്ട് അങ്ങനെ ഓണമൊന്നുമില്ല. അങ്ങ് ഓണമില്ല, അങ്ങ് വല്യമ്മ മരിച്ചുകൊണ്ട് ഓണമില്ല, ഇവിടെ ഓണമില്ല. അപ്പോൾ താനീൻ്റെ ദീദി വന്നിട്ട് അപ്പോൾ എന്തായാലും അറിയാമല്ലോ, ഒന്ന് കറങ്ങാനെല്ലാം പോവും. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ തലശ്ശേരിയിലാകെ ഡൗൺ ടൗൺ മാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ കേട്ടോ പോയത്. പോയ പാടിന് ഭയങ്കര തലവേദന. നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ട് പോകാൻ കാരണം ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തനിക്ക് ഐസ്ക്രീം വാങ്ങി നമ്മൾ 2 ലൈം, ഓള് ലൈം സോഡയും ഞാൻ ലൈമും കേട്ടോ പറഞ്ഞത്. നല്ലാണ്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോക്ലേറ്റും വാനില മിക്സ് ആയിട്ടുള്ളതും, പിന്നെ ബ്ലാക്ക് കറണ്ട് ഇല്ല. എനിക്ക് ബ്ലാക്ക് കറണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒരു മരുന്നിൻ്റെ ചൊവയില്ല അങ്ങനെ തോന്നി. എനിക്ക് ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കത്ര പിടിച്ചിട്ടില്ല. പിന്നെ ചോക്ലേറ്റും ഇതും വരുന്നതും അത്ര ഇഷ്ടമായിട്ട്, വെറും പ്ലെയിൻ ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പം മീൻസ് രണ്ടും മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ അത്ര പിടിച്ചില്ല. ലൈം അടിപൊളി കേട്ടോ, സൂപ്പർ ലൈമിന്. ഇത് പിന്നെ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താനിക്ക് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഇവിടെ വേറെ ഇങ്ങനെ പോകാനൊന്നും തലശ്ശേരി കറങ്ങാനൊന്നുമുള്ള മൂഡിലല്ല. അത് ഇവിടെ മാളിലാകുമ്പോൾ മാക്സ് ഉണ്ട്, പിന്നെ കുറേ ഷോപ്പുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് വന്നതാണ് നമ്മൾ. ഞാൻ അമ്മനോട് പറയുന്നത് അത്ര എനിക്ക് ഇത് പിടിച്ചിട്ടില്ല, ടേസ്റ്റ് അത്ര എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ബ്ലാക്ക് കറണ്ടിൻ്റെ. അപ്പോൾ നമ്മൾ ഐസ്ക്രീമെല്ലാം ഫിനിഷാക്കി താനിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. പക്ഷേ എനിക്ക് താനി കുടിക്കുന്നേ ഇല്ല. ഇപ്പോൾ 3-4 ദിവസമായി ഒന്നും ഭക്ഷണമേ വേണ്ട അവൾക്ക്. അല്ലെങ്കിൽ പൊതുവേ ഐസ്ക്രീമെല്ലാം നല്ലോണം കുടിക്കുന്നേ, പക്ഷേങ്കിൽ കുടിക്കുന്നില്ല. ഓക്ക് ദാഹിക്കുന്നതായിട്ട് പിന്നെ നമ്മൾ ഒരു ലൈമും കൂടി വാങ്ങിയിട്ടാണ് അതും നമ്മൾ തന്നെയാണ് കുടിച്ചത്. ടിഷ്യൂ തുടക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായി എനിക്കിത്. ഈ സംഭവം വലിയ ആളെപ്പോലെ ടിഷ്യൂവിൻ്റെ എടുത്തോ കാണുമ്പോൾ ഭയങ്കരമാണ്. ഇനി നേരെ മുകളിലേക്ക് എന്താണെന്ന് വെച്ചാൽ കളിക്കേണ്ടതില്ലേ എൻ്റെ പൊന്നെ. ഈ ഫസ്റ്റ് ഇതിപ്പം ബാക്കിയതാന്ന് തോന്നുന്നത്, നിങ്ങൾ കണ്ടോ. നടക്ക് 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 വന്നോ, നടക്ക് നടക്ക്. ഇനി വാ സാധനം. വേണ്ട 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 പോ. ഇത് വേണ്ട വേണ്ട നോക്കി, ഇത് നോക്കിട്ട് നോക്ക്. അമ്മ കഴിച്ചിട്ട് വേണ്ടിക്ക് നോക്കിയിട്ട് വാങ്ങാം. ഒക്കെ എല്ലാം വേണ്ടി വരും. പൊന്നാടെ വെക്കേ നമുക്ക് ഇവിടെ പോവാല്ലേ, ഒന്ന് ഇത് വാങ്ങാതെ. വേണ്ട 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 വേണ്ട.
അമ്മ ഇന്ന് പോരിയാ ഇങ്ങോട്ട് ഇനി വന്നാട്ടെ. മാറ്റിയാ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ കാണുന്ന എല്ലാ വണ്ടിയിലും ഒരു 2 മിനിറ്റ് നോക്കി അപ്പോഴെ അടുത്ത വണ്ടി അങ്ങനെ. എന്നിട്ട് നമ്മൾ ഓള് കറക്റ്റ് നിൽക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ വെറുതെ എന്തിനാ പൈസ കൊടുക്കുന്നത്, കാർഡല്ലേ. ഇവൾക്ക് ഒന്ന് കയറി അടുത്തേലും അപ്പുറത്തേക്ക് കയറണം. കണ്ടില്ലേ, ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കയറി വേറെ എൻ്റെ ഒത്തേക്ക് കയറണം. അങ്ങനെ ഒന്നിൻ്റെ ഒത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ കാർഡൊന്നും ആക്കാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം ആക്കട്ടെ വിചാരിച്ച് ലാസ്റ്റ് ഒന്നിലും കൂടി കയറ്റീനെ. അല്ലാണ്ട് സമ്മതിക്കുന്നില്ല. വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് ഒക്കെ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും ഇതാകുന്നില്ല. എല്ലാത്തിലും കയറണം, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. ഭയങ്കര കളിയില്ല. ആ വണ്ടി പൊട്ടിക്കേണ്ട പരിപാടിയില്ലെന്ന് തോന്നുന്നു. അത് കണ്ട നിങ്ങൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ. ഇതിനില്ലേ 150 ഉറുപ്പ്യ കേട്ടോ. പിള്ളന്മാരെ പറ്റിക്കുകയെന്ന് പറയാൻ നിൽക്കലേ. അതിനനുസരിച്ച് ചോള് വാങ്ങിക്കൊടുക്കുകയും ചെയ്ത്. അല്ലാണ്ട് വാങ്ങിയിട്ടില്ലേ അവിടെ ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഞാനിവിടെ എനിക്ക് ക്ഷീണമായിട്ട് ഇരുന്നിരുന്നെ. ഓളാടുന്ന് കളിക്കുന്നു. അമ്മു ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഞാനും അമ്മ ഇവിടെ ഇരുന്ന് നോക്കി. ഓൾ എന്തെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചു കൂട്ടുന്നു. ചിരി വരുന്നുണ്ട്. ഓൾ ഓരോന്ന് കളിച്ചു കൂട്ടുന്നു അതിൻ്റെ ഒത്തുനിന്ന്. ഞാനും അമ്മ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ഓള് ഓരോ കുട്ടികൾ വരുമ്പോൾ ഇങ്ങനെ നോക്കലോറ. എന്നിട്ട് അവസാനം പിന്നെ ഒന്നിൽ കയറ്റി ഇതാക്കി. അതാ കാർഡ് ഈ സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അത്രയും ഇതിനത്ര 35 രൂപയല്ല. ഇങ്ങനെ കുറച്ച് സമയം കറങ്ങും. അതേ ഉള്ളൂ സംഭവം. കാര്യമായിട്ട് നമ്മൾ വന്നത് ഡ്രസ്സ് എടുക്കാനാണ്. തനിക്ക് ഓണക്കോടി എടുക്കുക. ഓണമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തിരിച്ച് പോക്കായി. ഗിഫ്റ്റ് കയറി തരാൻ മൊത്തത്തിൽ പുറത്തേക്കുള്ള കാഴ്ചയൊക്കില്ല, അതെല്ലാം കാണലാന്ന് ഓള്. ഡ്രസ്സിൻ്റെ നോക്കുമ്പോൾ ഇവിടെ വലിയ ആളതാ. അപ്പം ചെറിയ ആളത് ചെറിയ കുട്ടികളെ ഷോപ്പ് താഴെയാണ്. അപ്പോൾ ഇന്നും താഴേക്ക് പോകണം. ഇവിടെയാന്ന് വെച്ചിട്ട് സെക്കൻഡ് ഫ്ലോറിലാന്ന് വെച്ചിട്ട് എങ്ങനെ പോകുന്നത്. ഇവിടെ പിന്നെയും താഴോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല കേട്ടോ ലിഫ്റ്റ്. അവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിൻ്റെ ഒത്തില്ല. ഡ്രസ്സ് എടുത്ത് എനിക്കിങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. പക്ഷേ അത് ഇച്ചിരി ലൂസായിപ്പോയി, അതുകൊണ്ട് അതെടുത്തിട്ടില്ല. അതിൻ്റെ പാൻറ്റും ഇതാട്ടോ അമ്മ വാങ്ങിയ ഓണക്കോടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ നോക്കിയാ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. എനിക്ക് കരയൊന്നുമല്ല, ചിരിക്കല. ഒന്നും പറയില്ല. അങ്ങോട്ട് ഓടി 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 ഓടി
ഇത് കഷ്ടമെന്നാ പറയണ്ട്. വേറെ കസ്റ്റമർ ഉണ്ട് പക്ഷെ ഇവർക്കതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എന്തെല്ലാം ചെയ്ത് കൂട്ടുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവിടെ അപ്പുറത്ത് കുറേ ആൾക്കാരുണ്ട്. ഇവളാണെങ്കിൽ കുർത്തക്കേട് എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. ഇതുപോലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഷോർട്സ് എന്നെങ്കിലേ പറയാം. ഇങ്ങനെ ഇവിടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മാക്സ് കയറിയാലും ഒരു കുഞ്ഞാവ വന്നിട്ട് താനേനൊക്കെ എന്തെല്ലോ വർത്താനം പറഞ്ഞു. ഇവളും അങ്ങോട്ട് ഇതാക്കുന്നു. ഇവരെ നമ്മൾ എന്തെല്ലോ ചർച്ച ചെയ്യുന്ന കേട്ടോ. മാക്സിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തിന്, ഒരു മഞ്ഞ കുപ്പായ എടുത്തിന്. എനിക്ക് വീണിട്ട് കൈ ഇങ്ങനെ ചെറിയ വേദന ഉണ്ട്. അപ്പോൾ എനിക്ക് ഓളെ ഇങ്ങനെ എടുക്കാൻ കഴിയില്ല. അമ്മു തന്നെ എടുത്തിട്ട് നടക്കുകയെല്ലാം ചെയ്ത്. ഏത് ടൈമും ദീദി 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 എന്നാളിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനമെല്ലാം വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ വിട്ടുപോയി. അപ്പം ഞാൻ അമ്മൂനോട് പറഞ്ഞു, ഇന്നേവരെ KFC അങ്ങനത്തെ സംഭവമില്ല, അത് ഞാൻ ഇതുവരെ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. ബർഗറൊന്നും ഇന്നേവരെ ഞാൻ കഴിച്ചു. നമ്മൾ സാധാരണ പീടികയിൽ നിന്ന് കിട്ടുന്ന ബർഗർ അല്ലാണ്ട് 10-15 ഉറുപ്പ്യേൻ്റെ ബർഗർ അല്ലാണ്ട് പുറത്തുനിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഈ ഫ്രൈഡ് ചിക്കനില്ലേ, എന്നാ അതിന് പറയാൻ നമുക്കറിയില്ല, സാധനം ഇന്നേവരെ ഞാൻ കഴിച്ചിട്ടില്ല. വെള്ള സ്ഥിരം കഴിക്കുന്നതായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കഴിക്കണേന്ന് നമ്മൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞേൽപ്പിച്ചു KFC കഴിക്കാം. അപ്പോൾ നോക്കുമ്പോൾ KFC അല്ല, ഇനി ചിക്കനാണ്. അങ്ങനെ അതുപോലെ ഭയങ്കര ചുട്ടുളന്ന് പോകുന്ന ഭയങ്കര ചൂടായ സംഭവം. ഞാൻ വേഗം എടുത്തതും എൻ്റെ അമ്മ വായി പൊള്ളിക്കും പോയി. ഞാനിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ആ ടേസ്റ്റും ഈ ടേസ്റ്റും ഭയങ്കര ഡിഫറെൻ്റ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ സ്പ്രൈറ്റാണ് പറഞ്ഞത്, പക്ഷേങ്കിൽ കിട്ടിയതെന്തോ സോഡ, അതുകൊണ്ട് കുടിച്ചിട്ട് സത്യം നല്ല ചൂടുണ്ട് കേട്ടോ ഈ സംഭവം. പക്ഷേ ഭയങ്കര ടേസ്റ്റും ഉണ്ട്. നമ്മളെത്രയും ഞാൻ പറഞ്ഞ് ജസ്റ്റ് എനിക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയതായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനം കേട്ടോ വാങ്ങിയത്. പിന്നെ ഒരു ബർഗറും, വലിയ ബർഗറാണ്. അപ്പോൾ നമ്മൾ ഷെയർ ഇട്ടിട്ട് കഴിച്ച്. താനിയാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടാണെന്ന്. കുത്തക്കെട് എന്ന് പറഞ്ഞാൽ കുത്തക്കെടുന്നല്ല, ഒക്കെ എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഓളാണെങ്കിലും ഒന്നും കഴിക്കുന്നുമില്ല. ഒക്കെ വാങ്ങിക്കേണ്ട സാധനം എന്നാൽ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് അതൊന്നും ഒക്കെ ശരിയാവുന്നില്ല. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ജസ്റ്റ് ബിരിയാണി റൈസിന് നോക്കിയതാണ്. നോക്കുമ്പോൾ ഇവിടെ മോമോസിൻ്റെ ഇത് കണ്ട്. അപ്പോൾ അമ്മൂന് മോമോസ് ഇഷ്ടമാണ്, എനിക്ക് മോമോസ് ഇഷ്ടം. അമ്മ ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് ഇഷ്ടമായത് കേട്ടോ. ഓള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിത്തരും. അപ്പോൾ അങ്ങനെ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ മോമോസ് മാനി എന്നാൽ അങ്ങനത്തെ എന്തോ പേരുള്ള തലശ്ശേരിയിലുള്ള സ്ഥലത്ത് പോയി. നല്ല രസമുണ്ട് കാണാൻ. ചെറിയ ഇതാണ് ഷോപ്പാണ്, പക്ഷേങ്കിൽ ഫുൾ ഡെക്കറേഷനിലായിട്ട് അടിപൊളി. അപ്പോൾ താനിയും ദീദിയും ഫോട്ടോസ് എടുക്കേണ്ട തിരക്ക്. അപ്പോഴത്തേക്ക് ഇത് എന്നാ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റ് ആയിട്ടാ. മറ്റേത് നോർമൽ അല്ല കേട്ടോ. ഇത് പിന്നെ എന്നാ പേര് എനിക്ക് ഓർമ്മയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൂ അടിപൊളി ക്രീമി ആയിട്ട്. ഇച്ചിരി ചൂടുണ്ടേനു, പക്ഷേങ്കിൽ വായിട്ട് അലിയുന്ന പോലത്തെ അടിപൊളി ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും തലശ്ശേരി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മോമോസ് ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേര്
ഇനിയിപ്പം പറഞ്ഞത് എന്തോ ഡൈനാമിക് മോമോസ് അങ്ങനെന്തോ ഈ പുളി എന്ന് പറഞ്ഞാൽ സൂപ്പറാട്ടോ. മോമോസ് ഇഷ്ടമുള്ള ആൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആവും. കാരണം അത്ര ജ്യൂസി അറിയാൻ പാടില്ല സത്യത, അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേത് ഫ്രൈഡ് മോമോസാണ്. അത് അത്ര ഇത് കഴിച്ചിട്ട് അത് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല. ഭയങ്കര ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. നമ്മളൊരു ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ങി ലൈമ് കുടിക്കണമെന്ന് ഞാൻ ഇത് വിട്ടുകൊടുക്കുന്നേ ഇല്ല. ഡൈനാമിക് മോമോസില്ല ഞാൻ വിട്ടുകൊടുക്കുന്നേ ഇല്ല. ഞാൻ വേഗം എന്തോ ക്രീമി ടെക്സ്ചറോ അങ്ങനെ എന്തോ ആയിട്ട് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഫ്രൈഡ് മോമോസും അതിൽ ഡിപ്പ് ചെയ്തിട്ടെല്ലാം കഴിച്ചാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ച് ഇത് ഏതാ, പിന്നെ ക്രീം ഏതാ. അത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഡൈനാമിക് മോമോസിൻ്റെ ക്രീം തന്നെയാണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ നമ്മുടെ മയോണൈസോ അതൊന്നുമല്ല. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനും താനും ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചിട്ടും അപ്പം ഞാൻ അപ്പുറത്തുനിന്ന് ബിരിയാണി റൈസ് ഇല്ല, എനിക്ക് കുഴിമന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. തനിക്ക് റൈസ് കൊടുക്കേണ്ടിയിട്ടും അപ്പോൾ അതും വാങ്ങി. പക്ഷേ ഇല്ലേ, നമ്മൾ പുറത്തുനിന്നെല്ലാം കുഴിമന്തി വാങ്ങുമ്പോൾ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒട്ടുമില്ല എന്ന് വെച്ചാൽ ഒട്ടുമില്ല. അപ്പോൾ അവർ പറഞ്ഞിന് 220 രൂപ തന്നെ ക്വാർട്ടറിന് വരുന്നത്. പക്ഷേങ്കിൽ റൈസ് ഒട്ടുമില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. അപ്പോൾ നമ്മളിനി ഓട്ടോ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓണപ്പരിപാടി എന്നൊന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. പിന്നെ അമ്മ വന്ന സ്ഥിതിക്ക് തനിക്ക് എന്തായാലും തനീനെയും കൊണ്ട് പുറത്ത് പോകുമെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെ പോയത്. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ ഇത്. നമുക്ക് ഇനി ഓണത്തിന് ഇതായിട്ടൊരു വീഡിയോ ഒന്നും വരില്ല, കാരണം ഒന്നുമില്ല ഓണത്തിന്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.